സൽക്കർമ്മങ്ങൾ കൊണ്ട് മാത്രം പരിശുദ്ധ റമദാനിന്റെ പകലും രാത്രിയും ധന്യമാക്കുകയും ആ റമദാനിൽ പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്ത് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കിക്കുകയും അവന്റെ റഹ്മത്ത് സ്വീകരിക്കാൻ റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു മഹത്തായ അതിഥി വരികയാണല്ലോ. ഖുർആനും കൊണ്ട് വന്ന അതിഥിയാണല്ലോ. അഥവാ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണല്ലോ. ആ ഖുർആൻ കൊണ്ടുവന്ന ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസമെന്ന് ആ മഹത്തായ മാസത്തെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആ ഖുർആൻ ഇറങ്ങിയ മാസം വരുന്നതിന് മുമ്പ് തന്നെ ആ മഹത്തായ മാസം റബ്ബിന്റെ അടുക്കൽ റെക്കമെൻഡ് ചെയ്യുമെന്ന് ഹബീബ് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ റബ്ബിന്റെ അടുക്കൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്ന മാസം അത് വരുന്നതിന് മുമ്പ് തന്നെ ഞാനൊന്ന് കുളിക്കണമല്ലോ, നല്ല ഡ്രസ്സ് ധരിക്കണമല്ലോ, ഒരുങ്ങി നിൽക്കണമല്ലോ. ആ കുളിക്കുളത്തിലെ വെള്ളം കൊണ്ടുള്ള കുളിയല്ല, ഷവറിൽ നിന്ന് വെള്ളമെടുത്തുള്ള കുളിയല്ല, പിന്നെ ഏത് കുളിയാണ്? ആ കുളിയെന്ന് ഞാൻ പറഞ്ഞത് ആത്മാവിനെ കഴുകി വൃത്തിയാക്കുന്ന കുളിയാണ്. അതിന്റെ ഏറ്റവും ഒന്നാമത്തെ പടി ഉത്ലുബ് മതാബൻ ബിന്നദാമതി മുഖ്ലിഅ വബിഅസ്മി തർകി ദംബി ഫീമാ ഇസ്തഖ്ബല വബറാഅതിൻ മിൻ കുല്ലി ഹഖ്ഖിൽ അദമി ഫലിഹാദിഹിൽ അർകാനി ഫർഅ വകമ്മില. ജീവിതത്തിൽ സൽക്കർമ്മം കുറഞ്ഞുപോയി. റവാത്തിബ് സുന്നത്തുകൾ 22 നിസ്കരിച്ചിട്ടില്ല. ചിലപ്പോൾ 10 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടാകാം.